ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എന്തിലും നെഗറ്റീവ് തിരയുന്നവരോട് എന്തു പറയും? നമ്മുടെ മൻമോഹൻ സിംഗ് ജി, അദ്ദേഹം നമുക്കറിയാം, ആ മനുഷ്യന്റെ ജന്മദിനം കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. ജനിച്ച വർഷം മാത്രം കൃത്യമായി അദ്ദേഹത്തിന്റെ അച്ഛൻ ഓർത്തു വെച്ചിരുന്നത്രേ. ചെറുപ്പത്തിൽ തന്നെ ബാധിതയായി അമ്മ മരിച്ചു. അമ്മയെക്കുറിച്ചിട്ടുള്ള ഓർമ്മകളൊന്നുമില്ല എന്ന് ഈ മനുഷ്യൻ തുറന്നു പറഞ്ഞപ്പോഴാണ് നമ്മളൊക്കെ കേട്ടത്. അച്ഛൻ പെഷവാറിൽ ഒരു സ്ഥാപനത്തിൽ ഗുമസ്തനായി ജീവിത സന്ധാരണത്തിനു വേണ്ടി വേഷം കെട്ടി. മുത്തച്ഛനോടും മുത്തശ്ശിയോടും ഒപ്പമുണ്ടായിരുന്ന ശൈശവം, ഇഷ്ടികകളാൽ നിർമ്മിച്ച 2 മുറി വീട്ടിൽ ചെലവഴിച്ച ബാല്യം, ഇതൊക്കെ ഇദ്ദേഹത്തിൽ നിന്നുമാണ് നമ്മളിതൊക്കെ കേട്ടതും അറിഞ്ഞതും നമ്മൾ കണ്ണു നനയിച്ചതുമൊക്കെ. 5ാം ക്ലാസ് ആയപ്പോഴേക്കും അമ്മാവന്റെ വീട്ടിലേക്ക് പഠിക്കുന്നതിന് വേണ്ടി പോയി. പെഷവാറിൽ അച്ഛനോടൊപ്പം നിൽക്കുമ്പോഴാണ് 4 വാക്കുകളുള്ള ഒരു ടെലഗ്രാം ഈ മനുഷ്യൻ വായിച്ചത്. അച്ഛൻ കൊല്ലപ്പെട്ടു, അമ്മ സുരക്ഷിതയാണ്. മുത്തച്ഛന്റെ മരണം ആ ടെലഗ്രാമിലൂടെ അന്നവർ അറിഞ്ഞു. 1947 വിഭജനത്തിനെ തുടർന്നുള്ള കലാപമായിരുന്നു കാരണം. കലാപകാരികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഈ മനുഷ്യന്റെ ഒരു അമ്മായി സ്വയം തീ കൊളുത്തി മരിച്ചു. അവരുടെ അമ്മയും സ്വയം തീ കൊളുത്തി മരണത്തിലേക്ക് നടന്നു മറഞ്ഞു. പെഷവാറിൽ കലാപം അഴിഞ്ഞാടുന്ന നാളുകളിൽ മെട്രിക്കുലേഷൻ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് ഈ ബാലൻ നടന്നു കയറിയത് കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ ശവശരീരങ്ങൾക്കിടയിലൂടെയായിരുന്നു. കലാപത്തിന്റെ നാളുകളിൽ പെഷവാർ വിട്ട് ഹൽദ്വാനിലേക്ക് താമസം മാറുന്നു. വീണ്ടും പെഷവാറിൽ തിരിച്ചു വരുമെന്ന് കരുതി വീട്ടു സാധനങ്ങളൊന്നും എടുത്തില്ല. പക്ഷേ പിന്നീട് ഒരിക്കലും പെഷവാറിലേക്ക് പോയില്ല. അച്ഛൻ തിരിച്ച് പെഷവാറിലേക്ക് ജോലി തേടിപ്പോയി. പിന്നീട് കലാപം, അഭയാർത്ഥികൾ. അച്ഛന്റെ വിവരങ്ങളൊന്നും അറിയാത്ത ആ നാളുകളിൽ ഈ ബാലൻ എല്ലാ ദിവസവും അച്ഛൻ വരുമെന്ന് കരുതി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അച്ഛന് വേണ്ടി കാത്തുനിന്ന ബാല്യം. വിഭജനം മെട്രിക്കുലേഷൻ പരീക്ഷയുടെ ഫലം മുടക്കി. വീണ്ടും പരീക്ഷ എഴുതുന്നു. അപ്പോഴും താമസിക്കാൻ വീടില്ല. എങ്കിലും പഠിക്കാൻ മുന്നോട്ട് തന്നെ പോയി. പിന്നീട് ഇംഗ്ലണ്ടിൽ, അത് കഴിഞ്ഞ് ഓക്സ്ഫോർഡിൽ, അങ്ങനെ പഠിച്ചു കയറി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം വരെ എത്തിയ മൻമോഹൻ സിംഗ് ആണ് യഥാർത്ഥ അതിജീവനത്തിന്റെ ഉദാഹരണം. ഈ മനുഷ്യൻ പുതിയ ലോകത്തോടൊപ്പം ഇന്ത്യയെ ഒരു സാമ്പത്തിക ശക്തിയാക്കാൻ വലിയ തീരുമാനങ്ങൾ എടുത്തു. ഇന്ത്യ സാമ്പത്തിക രംഗത്ത് കുതിച്ചുചാട്ടം നടത്താൻ അന്നായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കോടിക്കണക്കിന് വരുന്ന പട്ടിണിക്കാരന് തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങി ചരിത്രം മാറ്റി തിരുത്തി. വിവരാവകാശ നിയമം ഉണ്ടാക്കിയതൊരു സാധാരണക്കാരനും അവകാശ ബോധം ഉണ്ടാക്കി കൊടുത്തു. വിദ്യാഭ്യാസം അവകാശമാക്കി. ഭക്ഷ്യസുരക്ഷാ നിയമം കൊണ്ടുവന്നു. അതെ, ഇന്നത്തെ പാകിസ്ഥാനിൽ ജനിച്ച ഈ ഇന്ത്യക്കാരൻ ഇന്ത്യയുടെ തലവര മാറ്റി എഴുതി. ഒരിക്കൽ LK അദ്വാനി പരിഹസിച്ചപ്പോൾ ശാന്തത കൈവിടാതെ മൻമോഹൻ സിംഗ് പറഞ്ഞു, ചരിത്രം എന്നോട് ദയാലുവായിരിക്കും. ഇന്ത്യൻ സമൂഹത്തിനെ വേദനിപ്പിക്കാതെ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യൻ സമൂഹത്തിന് വേണ്ടി ചെയ്ത അദ്ദേഹത്തിന് അവസാനമായി നമ്മളെല്ലാവരും അന്ത്യാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ചിലർക്ക് എപ്പോഴും നെഗറ്റീവ് തേടുന്നതിൽ വല്ലാത്ത ഒരു ഹരമാണ്, പ്രത്യേകിച്ച് നമ്മുടെ പപ്പുജിക്കും ടീമിനും. മൻമോഹൻ സിംഗിന്റെ ശവസംസ്കാരം നടക്കുന്ന സമയത്ത് പൊതുദർശനത്തിന് വെച്ചപ്പോൾ അദ്ദേഹത്തെ അപമാനിച്ചെന്നോ വേണ്ടത്ര പരിഗണന നൽകിയില്ലെന്നോ ഒക്കെയുള്ള ചില പരാമർശങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് വന്നതിന് നുസ്രത് ജഹാൻ മറുപടി പറയുവാണ്. ഇന്നലെ മൻമോഹൻജിയുടെ ഫ്യൂണറലിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആൾക്കാർക്കെല്ലാം ഹാലിളകിയിരിക്കുന്നു മോദിയും ഗവൺമെന്റിനെതിരെ. കാരണം അദ്ദേഹത്തിന് നല്ല ഫ്യൂണറൽ മെമ്മറി സ്മൃതി മണ്ഡപം ഒരുക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ല. സ്ഥലമില്ലാത്ത സ്ഥലത്ത് ഫ്യൂണറൽ നടത്തി. കുടുംബാംഗങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയില്ല. അവിടെ നരേന്ദ്രമോദിയൊക്കെ വന്നിരുന്നു. ഒരു ഇന്ത്യൻ മുൻ പ്രധാനമന്ത്രിക്ക് കൊടുക്കേണ്ട എല്ലാ ആദരവുകളും കൊടുത്തിട്ടാണ് ഇന്നലെ ആ ഫ്യൂണറൽ അവിടെ നടന്നതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവർ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവരോട് ചോദിക്കാനുള്ളത്, ഇവരെന്ത് ചെയ്തു? നരസിംഹറാവുവിനോട് ഇവരെന്ത് ചെയ്തു? എന്തുകൊണ്ട് AICC സെന്ററിൽ വരെ അദ്ദേഹത്തിന്റെ ബോഡി വെക്കാനോ UP എവിടെയെങ്കിലും കൊണ്ട് അടക്കിക്കോട്ടെ എന്ന് സോണിയാഗാന്ധി പറഞ്ഞത് എന്തുകൊണ്ടാണ് കാരണമെന്ന് ഇവർ പറഞ്ഞു തരണം നമുക്ക്. എന്തുകൊണ്ടാണ് ഇവർ ഞങ്ങളുടെ പ്രധാനമന്ത്രി, അതും ഞങ്ങളുടെ പ്രധാനമന്ത്രിയായിരുന്നു, മൻമോഹൻജി ഞങ്ങളുടെ പ്രധാനമന്ത്രിയാണ്. ഇവർ പറയുന്നത് ഞങ്ങളുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി ഇല്ല. ഇന്ത്യക്ക് എല്ലാവർക്കും ഒരു പ്രധാനമന്ത്രിയാണ്, ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും. അതുപോലെ ഇവരോട് ചോദിക്കാനുള്ളത്, ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന ഞങ്ങളുടെ പ്രധാനമന്ത്രി ടാഷ്കന്റിൽ വെച്ച് മരിച്ചപ്പോൾ ഇവർ എന്താണ് ആദരവാണ് അദ്ദേഹത്തിനോട് കാണിച്ചത്? അദ്ദേഹത്തിന്റെ മരണത്തിനെ പറ്റി
ഒരു അന്വേഷണം പോലും ഇന്ത്യ ഗവൺമെന്റ് അന്ന് നടത്തൂല. കാരണം ഇന്ദിരാഗാന്ധി സാരി തയ്യാറാക്കിയിരിക്കുകയായിരുന്നു എന്തിനു വേണ്ടി, ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാം. ഇയാളെ ജീവൻ പോയിട്ട് വേണം അവർക്ക് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ അദ്ദേഹം അവിടെ പോയ്സൺ ചെന്ന് കുടിച്ച പാലിലെ പോയ്സൺ ആയിട്ട് മരിച്ചപ്പോൾ ഇന്ന് അതിന് ഒരു പോസ്റ്റ്മോർട്ടം പോലും നടത്താൻ ഇന്ത്യ ഗവൺമെന്റ് തയ്യാറില്ല. ടാഷ്കന്റ് ഗവൺമെന്റ് അവിടുത്തെ അദ്ദേഹത്തിന്റെ കുക്കിൽ ജാൻ മുഹമ്മദ് എന്ന വ്യക്തിയെ അവര് അറസ്റ്റ് ചെയ്തപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങൾക്ക് പരാതിയില്ല, വിട്ടയക്കണം എന്ന് പറഞ്ഞ് അയാളെ ഇങ്ങോട്ട് വിട്ടയച്ചു. ഭാരതത്തിലെത്തിയ ബോഡി മര്യാദക്ക് കുടുംബാംഗങ്ങൾക്ക് പോലും കാണിച്ചു കൊടുക്കാത്ത അന്നത്തെ കോൺഗ്രസും ഇന്ദിരാഗാന്ധിയും നമ്മുടെ നെഹ്റു കുടുംബത്തിന്റെ അമ്മയായ ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ എന്തായിരുന്നു ആവശ്യം? അവരുടെ ബോഡി പോസ്റ്റ്മോർട്ടം നടത്തിയില്ല. എത്ര ആവശ്യപ്പെട്ടിട്ടും പലരും ആവശ്യപ്പെട്ടിട്ടും അതിനെതിരെ ഒരുപാട് കോടതികളിൽ ഇറങ്ങിയ അന്നത്തെ നേതാക്കന്മാർ വരെ ഉണ്ട്. പക്ഷെ ഒരു സംഗതി ഇവർ ചെയ്തില്ല. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? ആരാണ് അയാൾക്ക് വിഷം കൊടുത്തത്? എങ്ങനെ പോയ്സൺ എത്തി? പാല് കുടിച്ച അദ്ദേഹത്തിന് ഛർദിയും വയറുവേദനയും വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഫോൺ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വന്നപ്പോൾ എങ്ങനെ വിമിഷ്ടുണ്ടായിരുന്നു പോലും പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവർക്ക് സംശയം. ഈ ജാൻ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാതെ അവർ ഇന്ത്യയിൽ കൊണ്ടുവന്ന് രാഷ്ട്രപതി ഭവനിൽ പ്രൊമോഷനോടെ രാഷ്ട്രപതി ഭവന്റെ കുക്കായിട്ട് അതിനുള്ള സമ്മാനമായിട്ട് ജാൻ മുഹമ്മദിന് കൊലപാതകത്തിന് സമ്മാനമായിട്ട് കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണോ നമ്മളോട് പറയുന്നത് ഇന്നലെ മൻമോഹൻജിക്ക് നമ്മൾ ഗവൺമെന്റ് ആദരവ് കൊടുത്തില്ല? ഈ ഒരു അവസ്ഥ വന്ന ഈ ലാൽ ബഹദൂർ ശാസ്ത്രിനോട് എന്തായിരുന്നു ഇവർക്ക് ഇത്ര വലിയ വൈരാഗ്യം? അന്ന് ടാഷ്കന്റിൽ വെച്ച് 1966 പാകിസ്ഥാനുമായിട്ടുള്ള കരാർ ഒപ്പുവെച്ചതിന് ശേഷമാണ് ഈ ഒരു സംഭവം നടന്നത്. അതുപോലെ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ആളെ കാണാൻ പോകുന്നു, അതുപോലും അയാളെ കുടുംബത്തോട് പറഞ്ഞിരുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ മകനൊക്കെ ഇന്നും പറയും നമ്മളോടൊക്കെ. ആ ആൾ ആരായിരുന്നു? അതേപോലെ ഇതെല്ലാം ഇവർ പേടിച്ചു. കാരണം അദ്ദേഹത്തിന്റെ ഫോൺ കോളുകളും ഇദ്ദേഹത്തിന്റെ പിന്നാലെ ലാൽ ബഹദൂർ ശാസ്ത്രിന്റെ കൂടെ ഇവരുണ്ടായിരുന്നു. ഇവർക്ക് ഇന്ദിരാഗാന്ധിക്ക് ഒരു ബുദ്ധി രാക്ഷസനായ ഒരു RK ദിവാൻ എന്നൊരു ഗുമസ്തൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കഥ നമ്മൾ ഒരിക്കലും വീണ്ടും പറയാം. അപ്പൊ ഈ ലാൽ ബഹദൂർ ശാസ്ത്രി മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് കണ്ട ഡോക്ടർ ചന്ദ് ഇദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിന് എന്ത് സംഭവിച്ചു? ഈ ജാൻ മുഹമ്മദിനെ രാഷ്ട്രപതി ഭവൻ ജോലിക്ക് ശേഷം അവർ ഗവൺമെന്റ് അവരെ പാകിസ്ഥാനിലേക്ക് അയച്ചു. പാകിസ്ഥാനിലേക്ക് മണി ഓർഡർ ആയിട്ട് അയാൾ മരിക്കണവരെ അയാൾക്ക് വേണ്ടിയിട്ട് ശമ്പളം ഒരുക്കി കൊടുത്ത കോൺഗ്രസ് ഗവൺമെന്റ് നമ്മളോട് പറയുന്നു എന്താണ് മൻമോഹൻജിനെ നമ്മൾ അംഗീകരിച്ചില്ല. ഡോക്ടർ ചന്ദ് എന്ന ഈ എംബസി ഡോക്ടർ കണ്ട് പോയ്സൺഡ് ആണ് എന്ന് പറയുന്ന ഡോക്ടർക്ക് കുടുംബത്തിന് ദാരുണമായ ഒരു റോഡ് ആക്സിഡന്റിൽ കംപ്ലീറ്റ് തീർത്തത് അവരെ. ഒരു അന്വേഷണം ആ കേസിന് ഉണ്ടായിട്ടില്ല. ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന ആള് അദ്ദേഹത്തിന് ഒരു ബൈസൈക്കിളിൽ പോകുമ്പോൾ ഒരു ട്രക്ക് വന്നിടിച്ച് കോമാ സ്റ്റേജിൽ എത്രയോ കാലം കിടന്നു. ഇതിനൊന്നും ഒരു അഡ്രസ് ഉണ്ടായില്ല. ഇതിനു വേണ്ടി സുപ്രീം കോടതിയിൽ പോയ എത്രയോ നേതാക്കന്മാരുണ്ടായി. കോൺഗ്രസിന്റെ അഴിഞ്ഞാട്ട ഭരണകാലത്തിന്റെ 65 കൊല്ലങ്ങളിൽ ഒന്നും ആർക്കും പുറത്തു കൊണ്ടുവരാൻ പറ്റിയില്ല. ശബ്ദിച്ചവരെ മുഴുവനും ഇവർ ഇല്ലാതാക്കി. എന്നിട്ട് വേണം ഇവര് പറയാന് ഞങ്ങൾക്ക് നീതി കിട്ടിയില്ല, ഞങ്ങളെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയിൽ വന്ന എല്ലാവരും ഞങ്ങളുടെ പ്രധാനമന്ത്രി എന്ന് ഈ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും മദാമ്മമാരും ഒക്കെ ചിന്തിച്ചോളണം. അപ്പൊ ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന ജയ് ജവാൻ ജയ് കിസാൻ എന്ന ശബ്ദമുയർത്തിയ ഇന്ദിരാഗാന്ധി എങ്ങനെയാണ് പ്രധാനമന്ത്രി കസേരയിൽ എത്തിയതെന്നും അവിടെ അമർന്നിരിക്കുന്നതിനു വേണ്ടി അവിടെ വരെ എത്തിയ ചരിത്രം ലോകത്തിന്നേ വരെ ഒരാളും സംസാരിച്ചിട്ടില്ല. ആർക്കും ആ കരിപുരണ്ട ജീവിതങ്ങളുടെയും രക്തത്തിൽ കുളിച്ച മനുഷ്യന്മാരുടെയും കഥകൾ, ആ ക്രൂരതയുടെ വികൃതമാർന്ന ഒരു അയൺ ലേഡിയുടെ വികൃതമായ ഒരു മനസ്സ് വായിച്ചെടുക്കാൻ, അതൊന്ന് ചരിത്രത്തിൽ കുറിച്ചു വെക്കാൻ ആർക്കും ധൈര്യമില്ലാതെ പോയി. ഒരുപാട് ക്രൂരതകളിലൂടെയാണ് ഇന്ദിരാഗാന്ധി എന്ന പ്രധാനമന്ത്രി കസേരയിൽ എത്തിയത് എന്ന് ഇന്നുറക്കെ പറയാൻ ധൈര്യമുള്ളവരുണ്ട്. പുരുഷാധിപത്യം അത് സ്ത്രീകളെ തടഞ്ഞെങ്കിൽ ഇന്ദിരാഗാന്ധി എങ്ങനെ പ്രധാനമന്ത്രിയായി? കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് ബംഗളൂരുവിലെ CMS ബിസിനസ് സ്കൂളിലെ വിദ്യാർത്ഥികളോട് വാചാലയായി സംവദിക്കുന്നതിനിടെ ചോദിച്ച ഒരു ചോദ്യമാണ്. അവർ കുട്ടികൾക്ക് പ്രചോദനം നൽകുന്ന വാക്കുകൾ തന്നെയാണ് പറഞ്ഞത്. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിൽ നിന്ന് സ്ത്രീകളെ തടയാൻ പുരുഷാധിപത്യത്തിന് കഴിയില്ല എന്നും അതിഗംഭീര പദപ്രയോഗങ്ങൾ കേൾക്കുമ്പോൾ അതിൽ അകപ്പെട്ടു പോകരുത്. നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്ന് യുക്തിസഹമായി സംസാരിക്കുകയാണ് എങ്കിൽ സ്വപ്നങ്ങളെ കീഴടക്കാനുള്ള നിങ്ങളുടെ പ്രയാണത്തിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു വെക്കാൻ പുരുഷാധിപത്യത്തിന് സാധിക്കില്ല എന്നും അവർ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല ഇവിടെ കേന്ദ്രമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ധീരതയെക്കുറിച്ച് ഓർമ്മിച്ചെടുത്ത് പറയുന്നുണ്ട്. അതിൽ ഇന്ദിരാഗാന്ധി എങ്ങനെ പ്രധാനമന്ത്രിയായി എന്നതൊരു ചോദ്യവും, എന്നാൽ അതിന് കൃത്യമായ ഒരു മറുപടിയുമില്ല. എന്നാൽ ഇന്ദിരാഗാന്ധി എങ്ങനെ പ്രധാനമന്ത്രി കസേരയിൽ എത്തി എന്നതിന് പിന്നിൽ അവർ നടത്തിയ ക്രൂരതകളുടെ കഥകൾ കൊണ്ട് പറയാൻ. കഥ ഒരു ഇലക്ഷനിൽ നിന്ന് തുടങ്ങാം. ചരിത്രം തിരുത്തിക്കുറിച്ച ഒരു സ്ഥാനാർത്ഥിയുടെ കഥയിൽ നിന്ന്. ആകെ പോൾ ചെയ്ത വോട്ടുകൾ എന്ന് പറയുന്നത് 2,46,516
1,92,000 വോട്ടും, അതായത് പോൾ ചെയ്തതിന്റെ 78% വോട്ടും കരസ്ഥമാക്കി വിജയിച്ച ലോക റെക്കോർഡിട്ട സ്ഥാനാർത്ഥിയായിരുന്നു ജയ്പൂരിൽ നിന്നും സ്വതന്ത്ര പാർട്ടി ടിക്കറ്റിൽ 1962 വിജയിച്ച ഗായത്രി ദേവി. അവർ ഒരു രാജ്ഞിയായിരുന്നു. ഒരു രാജകുടുംബത്തിലെ അംഗത്തിന് ഇത്രയേറെ വോട്ട് എങ്ങനെ കിട്ടി എന്നത് കോൺഗ്രസിനെയും ഇന്ദിരാഗാന്ധിയെയും വല്ലാതെ അലട്ടിയ, അല്ലെങ്കിൽ മാനസികമായി വേട്ടയാടിയ ഒന്നായിരുന്നു. തുടർച്ചയായി അവർ തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ അവരെ പരാജയപ്പെടുത്താൻ പഠിച്ച പണി 18 കോൺഗ്രസ് പയറ്റു നോക്കി. അവസാനം 1971 തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് ചെയ്തത് ഗായത്രി ദേവിക്ക് വോട്ട് ചെയ്യുന്നതെന്ന് സംശയിച്ചവരുടെ ഒക്കെ തന്നെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുക എന്നതായിരുന്നു. പക്ഷേ എന്നിട്ടും ഗായത്രി ദേവിയെ തോൽപ്പിക്കാൻ കോൺഗ്രസിനായില്ല. അവർ 50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. കൂടാതെ എല്ലാ കാലത്തും കോൺഗ്രസിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും കടുത്ത വിമർശകയായിരുന്നു ഗായത്രി ദേവി. അങ്ങനെയിരിക്കെയാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അത് പ്രകാരം ആദ്യം തടവിലാക്കാൻ തീരുമാനിച്ച നേതാക്കളുടെ പട്ടികയുടെ പേരിൽ ഗായത്രി ദേവിയും ഉണ്ടായിരുന്നു. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അവർ പാർലമെന്റിൽ എത്തിയപ്പോൾ കണ്ടത് ഒഴിഞ്ഞുകിടക്കുന്ന പ്രതിപക്ഷത്തിന്റെ കസേരകളാണ്. വൈകാതെ അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇന്ദിരാഗാന്ധിയുടെ നേരിട്ടുള്ള ഉത്തരവ് പ്രകാരം കുപ്രസിദ്ധമായ ശിക്ഷ മുറകൾക്ക് പേരുകേട്ട തീഹാർ ജയിലിലേക്കായിരുന്നു അവരെ പാർപ്പിച്ചത്. അൾസർ അടക്കമുള്ള രോഗങ്ങൾ അവരെ ബാധിച്ചിട്ടും കൃത്യമായ ചികിത്സ അവർക്ക് നൽകിയില്ല. ജയിലിൽ സഹതടവുകാരിൽ നിന്നും പോലീസിൽ നിന്നും അവർക്ക് മാനസികമായും ശാരീരികമായും പീഡനങ്ങളും അസഭ്യ വാക്കുകളും ഏൽക്കേണ്ടി വന്നു. കഷ്ടിച്ച് 2 പേർക്ക് മാത്രം താമസിക്കാൻ കഴിയുമായിരുന്ന ആ മുറിയിൽ അവർക്ക് കൂട്ടായി വന്നത് പനി പടർത്തുന്ന എലികൾ മാത്രമായിരുന്നു. അടിയന്തരാവസ്ഥയെ പിന്തുണച്ച് പറഞ്ഞു ഒരിക്കലും ഇനി രാഷ്ട്രീയത്തിലേക്ക് വരില്ല എന്ന് ഉറപ്പുകൂടിയും നിബന്ധന വെച്ചാണ് ഗായത്രി ദേവിയെ റിലീസ് ചെയ്തതും. തിരികെ ജയ്പൂരിലെ വസതിയിൽ പോയ അവരെ കാത്തിരുന്നത് മറ്റൊരു നടുക്കുന്ന വാർത്ത കൂടിയായിരുന്നു. അവരുടെ സ്വത്തുക്കളിൽ നല്ലൊരു ശതമാനവും ജയിലിലായിരുന്ന കാലം സർക്കാർ കണ്ടുകെട്ടി കഴിഞ്ഞിരുന്നു. എന്തുകൊണ്ടായിരുന്നു ഗായത്രി ദേവിയുടെ ഇന്ദിരാഗാന്ധിക്ക് ഇത്രയും ശത്രുത വരാൻ കാരണമെന്നതിന് ഖുർഷിദ് സിംഗ് എന്നൊരു നേതാവ് ചില വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. തന്നെക്കാൾ സുന്ദരിയും വാക്ചാതുര്യവുമുള്ള ഒരു സ്ത്രീയെ ഒരിക്കലും ഇന്ദിരാഗാന്ധിക്ക് അംഗീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല. പാർലമെന്റിൽ തന്നെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്ന ഗായത്രി ദേവിയെ അതിനാൽ ഇന്ദിരയ്ക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല. വോഗ് മാഗസിൻ ലോകത്തിലെ 10 സുന്ദരിമാരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ അതിലൊരാൾ ഗായത്രി ദേവിയായിരുന്നു. പോളോ, ഷൂട്ടിംഗ് പോലുള്ള കായിക വിനോദങ്ങളിൽ അവർ സമർത്ഥയായിരുന്നു. എല്ലാത്തിനും ഉപരിയായി അവർ തിരഞ്ഞെടുപ്പുകളിൽ ജയിച്ചിരുന്നത് അച്ഛന്റെ പേരിലല്ലായിരുന്നു, അതുപോലെ കുടുംബ പേരിലുമല്ലായിരുന്നു. ഇത്രയും ദുഷ്കരമായി ഇന്ദിരാഗാന്ധി ഉപദ്രവിച്ച ഗായത്രി ദേവിയുമായി അവർക്കുള്ള ബന്ധം കൂടി അറിയുമ്പോഴാണ് എത്രമാത്രം ക്രൂരമായ ഒരു ഏകാധിപതിയായിരുന്നു ഇന്ദിരാഗാന്ധി എന്നത് ചരിത്രം ബോധ്യപ്പെടുത്തുന്നത്. സാമ്പത്തിക ക്രമക്കേടുകൾ ആരോപിച്ച് അടിയന്തരാവസ്ഥ കാലത്ത് തടവിലാക്കിയ ഗായത്രി ദേവി ഇന്ദിരാഗാന്ധിയുടെ കൂടെ ശാന്തി നികേതനിൽ പഠിച്ച അവരുടെ സഹപാഠിയായിരുന്നു. ഇത്രയും അധികം ദുഷ്പ്രവർത്തികൾ ചെയ്താണ് ഇന്ദിരാഗാന്ധി ഒരു ഏകാധിപതിയെ പോലെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച് ആ കസേരയിൽ ഇരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സ്ത്രീ ശാക്തീകരണത്തിന് ഉദാഹരണമായി എങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ പേര് നൽകാൻ കഴിയുന്നതും ഒരു ചോദ്യചിഹ്നമാണ്. സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി സ്വന്തം സുഹൃത്തിനെ പോലും വെറുതെ വിടാതെ വേട്ടയാടിയ ഇന്ദിരാഗാന്ധി. 1975 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് 49 വർഷങ്ങൾ പിന്നിടുമ്പോഴും അവർ ചെയ്തു കൂട്ടിയ അഴിമതികളുടെയും ക്രൂരതകളുടെയും കഥകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. സ്വതന്ത്ര ഭാരതം കണ്ട ഏറ്റവും വലിയ നരനായാട്ട് സ്വന്തം ജനതയുടെ മേൽ അടിച്ചേൽപ്പിച്ച ദിനമായിരുന്നു അത്. ഉരുക്ക് വനിത, പവർഫുൾ ലേഡി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഇന്ദിരാഗാന്ധിയുടെ യഥാർത്ഥ മുഖമാണ് വെളിവാകുന്നത്. അടിയന്തരാവസ്ഥയുടെ കാലത്ത് ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ ചെറുതൊന്നുമല്ലായിരുന്നു. ഇന്നും ചരിത്ര ഏടുകളിലെ കറുത്ത ദിനമായി തന്നെ വളരെ കൃത്യമായി സത്യസന്ധമായി ഇത്തരം ചരിത്രങ്ങൾ ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ജനങ്ങളുടെ മുമ്പിലെത്തും. സത്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് തിരഞ്ഞു പോകാൻ മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന ഒരു ത്വരയുണ്ടല്ലോ, അറിയാനുള്ള ജിജ്ഞാസ, അതവരെ സത്യത്തിലേക്ക് പ്രേരിപ്പിക്കുക തന്നെ ചെയ്യും. നന്ദി.